വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് 7 പോയിന്റുകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതിൽ 4 പോയിന്റുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 5-ാമത്തെ പോയിന്റാണ്. അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. അതായത് ജയിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. ഇന്നലെ നമ്മൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ വിവിധ കാര്യങ്ങൾ എഴുതി വെച്ച പുസ്തകങ്ങൾ 6 പുസ്തകത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദൈവവും മനുഷ്യനുമായി ബന്ധപ്പെട്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളെ സംബന്ധിച്ചാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ 6 പോയിന്റുകൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം, അഥവാ 6 പുസ്തകത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാം. 1. സ്മരണയുടെ പുസ്തകം, ദി ബുക്ക് ഓഫ് റിമംബറൻസ്. മലാക്കി എഴുതിയ പ്രവചനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ദൈവത്തെ മുറുകെ പിടിച്ച് വിശ്വസ്തരായി നിലകൊള്ളുന്നവർ ചെയ്യുന്ന പ്രവർത്തികളുടെ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഇത്. ഇതിൻ്റെ അർത്ഥം ദൈവത്തിന് ഓർമ്മയില്ലാത്തവൻ എന്നല്ല, മറിച്ച് ദൈവം ഓരോ ചെറിയ കാര്യത്തിനും നീതിയും സത്യവും ഉള്ളവനാണ്. ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുന്നത് മുതൽ അവൻ ചെയ്യുന്ന സകല പ്രവർത്തികളും ദൈവം കണക്കിൽപ്പെടുത്തി ഒടുവിൽ പ്രതിഫലം നൽകുവാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അർത്ഥം. ദാനിയേൽ എഴുതിയ പ്രവചനം 7:10. നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2:23 ബിഗ്ദാനും തേരസിനെയും കാണുന്നു. അഹശ്വേരോഷ് എന്ന രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചു. മൊർദെഖായി എസ്തേർ മുഖാന്തരം രാജാവിനെ അറിയിച്ചു. രാജാവ് അന്വേഷണം നടത്തിയപ്പോൾ ഈ ഷണ്ഡന്മാരുടെ പ്രവൃത്തി സത്യമാണെന്ന് മനസ്സിലാക്കി അവരെ തൂക്കിക്കൊന്നു. തുടർന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. എസ്തേർ 6:1-2 വാക്യങ്ങൾ. രാജാവിന് ഉറക്കം വരാതെ ദിനവൃത്താന്ത പുസ്തകം ഒരിക്കൽ വായിച്ചപ്പോൾ മൊർദെഖായിയുടെ പ്രവർത്തനം കണ്ടെത്തി ബഹുമാനിപ്പാൻ തീരുമാനിച്ചു. രാജവസ്ത്രവും ധരിപ്പിച്ച് രാജാവ് കയറുന്ന കുതിര, രാജാവിൻ്റെ കിരീടം ധരിപ്പിച്ച് രാജഭൃത്യന്മാരിൽ ഒരുവൻ രാജാവ് ബഹുമാനിക്കുന്ന ഭൃത്യനെ ഇങ്ങനെ ചെയ്യുമെന്ന് വിളിച്ചു പറയിപ്പിച്ചു. നമ്മൾ എബ്രായ ലേഖനം 6:10 വായിക്കുന്നു, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ചത് മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല ദൈവം. ഈ ലോകത്തിലും മനുഷ്യർക്ക് ചെയ്ത ഉപകാരത്തിന് ഇത്ര പ്രതിഫലം നൽകിയെങ്കിൽ തിരുനാമത്തിനായി പ്രവർത്തിക്കുന്നതിനും ദൈവം പ്രതിഫലം തരും. സങ്കീർത്തനം 56:8 നമ്മെ സംബന്ധിച്ച് നമ്മുടെ കണ്ണുനീരിനെ സംബന്ധിച്ചും ദൈവത്തിന് കൃത്യമായ അറിവുണ്ട്. അനുദപിക്കുന്നവർ പൊടിക്കുന്ന കണ്ണുനീർ വിലയേറിയതാണ്. ഞാൻ എവിടെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഉഴന്നു നടന്നോ, പ്രവർത്തിച്ചോ, കണ്ണുനീരൊഴുകിയോ, നിന്ദകൾ സഹിച്ചോ, അപവാദങ്ങളേറ്റോ, അതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി ചെയ്തത് പാഴല്ല, അത് സ്മരണയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് തുറന്ന് പ്രതിഫലം നൽകുന്ന ഒരുവനാണ് സർവശക്തനായിരിക്കും ദൈവം. 2 കൊരിന്ത്യർ ലേഖനം 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും. യെശയ്യാവ് 65:6 ദൈവത്തെ മറന്ന് പാപത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിക്കുന്നവർക്ക്, അശുദ്ധി പ്രവർത്തിക്കുന്നവർക്ക് ദൈവം പ്രതികാരം ചെയ്യുമെന്ന് നമുക്ക് അവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 1. സ്മരണയുടെ പുസ്തകം. 2. യഹോവയുടെ പുസ്തകം. യെശയ്യാവ് 34:16 യഹോവയുടെ പുസ്തകത്തിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. സൃഷ്ടിപ്പിനെക്കുറിച്ച്, സൃഷ്ടാവിനെക്കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച് എന്ന് വെച്ചാൽ സ്വർഗത്തിലുള്ള എല്ലാത്തിനെക്കുറിച്ചും ഭൂലോകത്തുള്ളതും അധോലോകത്തുള്ളതും എന്ന് വേണ്ട സകലതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു സബ്ജക്റ്റിനെക്കുറിച്ച് മാത്രമല്ല മറ്റ് അനവധി സ്ഥലത്തും അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അത് അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അന്വേഷിപ്പിൻ, കണ്ടെത്തും. 3. സത്യഗ്രന്ഥം. ദാനിയേൽ 10:21 21 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദാനിയേൽ ദർശനത്തിൽ ദൈവമഹത്വം കാണുന്നു. പ്രാർത്ഥനയുടെ ഉത്തരമായി ആദ്യ ദിവസം തന്നെ പുറപ്പെട്ടതാണ്. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു തടഞ്ഞുവെച്ചു. മിക്കവാറും ഗബ്രിയേൽ ദൂതനെ സ്വർലോക ദുഷ്ടാത്മ ശക്തിയിൽ തടഞ്ഞുവെച്ചു. പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ അവരുമായി പടവെട്ടുകയാണ്. ഞാൻ മടങ്ങിപ്പോകും, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കും. 70 ആഴ്ചവട്ടം അഭിഷിക്തം ഛേദിക്കപ്പെട്ടു. നിരവധി പ്രവചനങ്ങൾ സത്യഗ്രന്ഥത്തിൽ ദൈവം പ്ലാൻ ചെയ്തത് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിന്നെ അറിയിക്കും. മിക്കവാറും മഹോദ്രവ കാലഘട്ടം, സഹസ്രാബ്ദ വാഴ്ച തുടങ്ങിയവയെ സംബന്ധിച്ച് ആയിരിക്കും. 4-മതായിട്ട് നമ്മൾ കാണുന്ന പുസ്തകം ന്യായപ്രമാണ പുസ്തകമാണ്. സങ്കീർത്തനം 119:1 ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് നെഹമ്യാവ് 8:18 മോശയുടെ ന്യായപ്രമാണം എന്ന് മലാക്കി 4:4 രേഖപ്പെടുത്തിയിരിക്കുന്നു. മിസ്രൈമെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു കൊണ്ടുവന്ന സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ മുഖാന്തരം ന്യായപ്രമാണം ദൈവജനത്തിന് ലഭിച്ചു. അതുകൊണ്ട് യഹോവയുടെ ന്യായപ്രമാണത്തെ മോശയുടെ ന്യായപ്രമാണം എന്ന് വിളിക്കുന്നു. 5. ജീവിക്കുന്നവരുടെ പുസ്തകം. സങ്കീർത്തനം 69:28 സങ്കീർത്തനം 139:16 സങ്കീർത്തനം 87:6 വെളിപ്പാട് 20:12 ജീവപുസ്തകവും ജീവൻ്റെ പുസ്തകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവൻ്റെ പുസ്തകം എന്നാൽ ജീവിക്കുന്നവരുടെ പുസ്തകം എന്നാണ്. പിണ്ടാകാരമായിരുന്നപ്പോൾ, ഒന്നും ഇല്ലാതിരുന്നപ്പോൾ എല്ലാം ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ജനിച്ച് വീഴുന്ന അല്ലെങ്കിൽ ഉരുവാകുന്ന എല്ലാവരുടെയും പേരെഴുതിയിരിക്കുന്ന പുസ്തകമാണ് ജീവിക്കുന്നവരുടെ പുസ്തകം. യെശയ്യാവ് 4:4 യെഹെസ്കേൽ 13:9 മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ഇസ്രായേലിൻ്റെ പേര് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് പുതുക്കി എഴുതുമ്പോൾ മരിച്ചവരുടെ പേര് നീക്കിക്കളയും. അന്ന് യെരുശലേമിൽ ജീവിക്കുന്നവരുടെ പേരുകൾ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. മരിച്ചവരുടെ പേരുകൾ ഇതിൽ കാണുകയില്ല. ഓരോരുത്തൻ മരിക്കുമ്പോൾ അവരുടെ പേര് ഇതിൽ നിന്ന് മായ്ച്ചു കളയും. വർഷം തോറും പുതുക്കി എഴുതുമ്പോഴാണ് മരിച്ചവരുടെ പേര് ഇതിൽ നിന്ന് മാറ്റുക.
അഞ്ചാമത്തെ പുസ്തകം ദി ബുക്ക് ഓഫ് ലിവിങ് ആണെങ്കിൽ ആറാമത്തെ പുസ്തകം ജീവപുസ്തകമാണ്, ദി ബുക്ക് ഓഫ് ലൈഫ്, വെളിപ്പാട് 3:5. ഈ പുസ്തകത്തെ സംബന്ധിച്ച് വിശാലമായിട്ട് നാളെ നമുക്ക് ചിന്തിക്കാം. സർവകൃപാലുവായിരിക്കും ദൈവം നമ്മെ നല്ലമായി സഹായിക്കട്ടെ. താങ്ക് യു.